ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أحدنا إلى آدم من قبل فنسي ولم نجد له عزما وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى إن لك ألا تجوع فيها ولا تعرى وأنك لا تظمأ فيها ولا تضحى فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى إن لك ألا تجوع فيها ولا تعرى وأنك لا تظمأ فيها ولا تضحى. ഏറെ സമാദരണീയരായ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പടച്ചറബിന്റെ വിധിവിലൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 50-ാമത് ക്ലാസ്സിൽ 117, 118, 119 ആയത്തുകളിലൂടെയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ കടന്നു പോകുന്നത്. 117-ാമത്തെ ആയത്ത് فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى إن لك ألا تجوع فيها ولا تعرى وأنك لا تظمأ فيها ولا تضحى. ആദം നബി അലൈഹിസ്സലാമയെയും നമ്മുടെ ഉമ്മ ഹവ്വാ ബീവിയെയും സൃഷ്ടിച്ച് സ്വർഗത്തിൽ താമസമാക്കാൻ അനുവാദം നൽകി, അല്ലെങ്കിൽ അവിടെ താമസ സൗകര്യം ഒരുക്കി. പിശാചിന്റെ കെണിയിൽ നിന്ന് ശ്രദ്ധിക്കണം, അവന്റെ ദുർമന്ത്രത്തിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നൊക്കെ ഉപദേശങ്ങൾ നൽകി. അങ്ങനെയാണെങ്കിലും പിശാചിന്റെ ദുർബോധനത്തിന് വിധേയരായി അവർ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കേണ്ടി വരികയാണ്. അതിന്റെ പേരിൽ അങ്ങനെ ആ സമയത്ത് അവർ ഭൂമിയിലേക്ക് അള്ളാഹു മാറി താമസിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചെങ്കിലും ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് കടുത്ത ഭാഷയിൽ പാശ്ചാത്താപം നടത്തുകയും അള്ളാഹു അത് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പിന്നീടുള്ള കഥകൾ പറയുന്നുണ്ട്. അതിനുശേഷം അള്ളാഹു ആ സംഭവം പറഞ്ഞതിന് ശേഷം അള്ളാഹു പിന്നീട് അദ്ദേഹത്തിന്റെ സൃഷ്ടിപ്പിന് ഉടനെയുള്ള മറ്റൊരു സംഭവത്തിലേക്കാണ് പോയത്. വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഉസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ആദം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ആ പഴയ സംഭവങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ. എന്താണത്? മലക്കുകൾ ആദം അലൈഹിസ്സലാമിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന അത്ര പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. അതിന്റെ ഒരു കുറവ് സംഭവിച്ചിട്ടില്ല എന്ന്, ഇങ്ങനെ ഒരു തെറ്റ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പഴയ ആ ചരിത്രത്തിലേക്കാണ് ഖുർആൻ പിന്നീട് പോയിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിച്ച വിഷയം.
ഇനി നമ്മൾ കാണുന്നത് فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى. എന്താണ് അവിടെ സംഭവിച്ചത്? ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ 117 ആയത്ത് പറയുന്നത്. അപ്പോൾ നാം പറഞ്ഞു, ആദമേ, തീർച്ചയായും ഇവൻ നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാകുന്നു. സൗജിക്ക അതുവുല്ലക്ക വലിയ സൗജിക്ക, ഇണയും തുണയും ആണ്. ഭാര്യയും ഭർത്താവും എന്നതിനേക്കാൾ ഉപരി ഇണയും തുണയുമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പല സൂറകളിലും സംസാരിച്ചു പോയത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ആദ്യത്തെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് ഇണയും തുണയുമായിട്ടാണ്. നിന്റെ ഇണയുടെയും വലി സൗജിക്ക, നിങ്ങൾ രണ്ടുപേരുടെയും മുഖ്യ ശത്രുവാണ് കേട്ടോ ഈ പിശാജ്. ഫലാ യുഖ്രിജന്നകുമ, അതിനാൽ നിങ്ങളെ രണ്ടുപേരെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളാതിരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരെയും ഈ പിശാജ് പുറന്തള്ളാതിരിക്കാൻ വേണ്ടിയുള്ള കരുതലുകൾ വേണം കേട്ടോ. മിനൽ ജന്നത്തി, സ്വർഗത്തിൽ നിന്ന്. ഫതസ്ക, അങ്ങനെ സംഭവിച്ചാൽ നീ കഷ്ടപ്പെടേണ്ടി വരും. ആദം അലൈഹി ഇസ്ലാമിനോടാണ് അഭിസംബോധന ചെയ്യുന്നത്. പിശാചിന്റെ ദുർബോധനത്തിന് വിധേയരായാൽ നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വരും. പിന്നെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിങ്ങൾ പോയാൽ നീ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. തസ്ക ത്വാഹാമ അൻസൽന അലൈക്കൽ ഖുർആൻ ലിതസ്ക എന്ന് നമ്മൾ ഒന്നാമത്തെ ആയത്തില് തസ്കാശ് എന്നുള്ള ആ വാക്ക് അവിടെ പഠിച്ചതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അടുത്ത രണ്ടായത്തുകൾ കൂടെ അതിന്റെ അർത്ഥം നമ്മൾ കേട്ടുപോവുക. ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറ, തീർച്ചയായും നിനക്ക് ഇവിടെ വിശക്കാതെയും നഗ്നനാകാതെയും കഴിയാം. ഈ സ്വർഗത്തിൽ നിനക്ക് അല്ലാ തജൂഅ, ജൂ ഉണ്ടാവില്ല. വലാ തഅറ, നീ ഒരിയാനാകേണ്ടതില്ല, നീ നഗ്നനാകുകയും ചെയ്യേണ്ടതില്ല. അങ്ങനെ ഇല്ലാതെ, വിശക്കാതെ നഗ്നനാകാതെ ഇവിടെ നിനക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വഅന്നക ലാ തളമു ഫീഹാ വലാ തുദ്ഹ, നിനക്കിവിടെ ദാഹിക്കാതെയും വെയിൽ കൊള്ളാതെയും ജീവിക്കാം. ലമ ഉണ്ടാവില്ല, ലമ ഉണ്ടാവില്ല. വലാ തുദ്ഹ, സ്വാദുല്ലാദ്, നിനക്കിവിടെ ഇവിടെ വെയിൽ കൊള്ളാതെയും ജീവിക്കാം. സ്വർഗത്തിലെ 4 അനുഭവങ്ങളെ സംബന്ധിച്ചാണ് ആ ആയത്തുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലുള്ള വാക്കുകൾ പരിചയപ്പെടാം. അഹദുൻ, യഅഹദു, അഹിദ, അഹിദിന, നാം കരാർ ചെയ്തു, കൽപ്പന നൽകി. നിസിയാനുൻ, മറവി, യൻസ, മറക്കുന്നു, നസിയ, മറന്നു, ഫനസിയ, അങ്ങനെ അദ്ദേഹം മറന്നുപോയി. ഇഖ്റാജുൻ, പുറപ്പെടൽ, യുഖ്രിജു, അഖ്റജ, ഫലാ യുഖ്രിജന്നകുമാ, അവൻ നിങ്ങളെ രണ്ടുപേരെയും പുറത്താക്കാതിരിക്കട്ടെ. ശഖാഉൻ, യഷ്ഖാ, ശഖിയ, ഫതഷ്ഖ, നീ കഷ്ടപ്പെടും, നീ പ്രയാസപ്പെടും. ശഖാഉൻ, കഷ്ടപ്പാട്. ഓറിയൻ, ജൂഅൻ, ആ 2 വാക്കുകൾ ഒന്നിച്ച് ജോഡിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അർത്ഥം അങ്ങനെ തന്നെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നീ വിശക്കുകയില്ല എന്നാണ്. തഅറ, അല്ലാ തജൂഅ വലാ തഅറ എന്നൊക്കെ പറഞ്ഞാൽ നീ വിശക്കുകയില്ല, നീ നഗ്നനാകുകയില്ല എന്ന വാക്കാണ് എന്നതാണ് അതിന്റെ അർത്ഥം. അരിയ, ജാഅ ഒക്കെയാണ് അതിന്റെ പിന്നെ മാദിയായിട്ടുള്ള ക്രിയകൾ. അതേപോലെ ജോഡിയായിട്ട് പറഞ്ഞിരിക്കുന്ന 2 വാക്കുകളാണ് ലഹാഉൻ, ലമഉൻ എന്നുള്ളത്. ദാഹവും വെയിലും എന്നാണ്, വെയിൽ കൊള്ളുക എന്നാണ് ആ 2 വാക്കുകളുടെ അർത്ഥം. ലഹിയ, യൽഹ, ലമിഅ, യൽമഉ, തൽഹ, ലാ തൽഹ, ലാ തൽമഉ, ദാഹിക്കേണ്ടി വരികയില്ല, വെയിൽ കൊള്ളേണ്ടി വരികയില്ല. അതിന്റെ വിശദമായ അർത്ഥങ്ങൾ
ഒരു സ്ലൈഡിലും കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത് നോട്ട്സ് കിട്ടുമ്പോൾ നോക്കാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ അതിസൂക്ഷ്മമായ ചില ഭാഷാ പ്രയോഗങ്ങളെയാണ് നമ്മൾ ഈ ആയത്തിൽ പരിചയപ്പെടുന്നത്. എന്താണെന്നറിയോ? ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നത്തി ഫതസ്ഖ എന്ന കാര്യമാണ് നമ്മൾ ഇവിടെ ആദ്യം പരിശോധിക്കുന്നത്. രണ്ടുപേരെയും ആണ് പുറത്താക്കുന്നത്, പക്ഷേ കഷ്ടപ്പെടുന്നത് ഒരാളാണ്. അതെന്താ അങ്ങനെ? രണ്ടുപേരെയും ഒന്നിച്ച് സ്വർഗത്ത് നിന്ന് പുറത്താക്കിയിട്ട് ഒരാള് മാത്രം കഷ്ടപ്പെടണം എന്ന് പറയുന്നതിന്റെ പൊരുളെന്താ? അതോ പുരുഷനാണ് അധ്വാനിക്കേണ്ടത് എന്നാണ് ഇസ്ലാമിന്റെ ശാസ്ത്രം? ഭൂമിയിൽ അന്നവും വസ്ത്രവും പാർപ്പിടവും കണ്ടെത്തി കുടുംബത്തെ സംരക്ഷിക്കാനുള്ള കഠിനാധ്വാനം ചെയ്യേണ്ടത് അത് പുരുഷന്റെ ബാധ്യതയാണ്. ഇണയായ സ്ത്രീക്ക് അതിന് ബാധ്യതയില്ല. അവളെയും കുട്ടികളെയും സംരക്ഷിക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് പുരുഷന്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. തന്റെ ഇണക്ക് വേണ്ടി അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യേണ്ട ബാധ്യത എന്ന് പറയുന്നത് ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? അത് പുരുഷനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സ്ത്രീ പിന്നെ ആരാ? അവൾ വീട്ടിലെ സക്കനാണ്. വീടെന്ന് പറഞ്ഞാൽ സക്കൻ എന്ന് പറഞ്ഞാൽ വീടാണ്. അവൾ വീട്ടിലെ സക്കനാണ് എന്ന് പറയുന്ന സക്കനിന്റെ അർത്ഥം സമാധാനം എന്ന. സക്കനാകുന്ന വീട്ടിലെ സക്കനുണ്ടാക്കുന്ന സമാധാനമുണ്ടാക്കുന്ന പണിയാണ്, സമാധാനമുണ്ടാക്കേണ്ട പണിയാണ് ആ ഇണക്ക് സ്ത്രീക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത്. ക്ലേശം സഹിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് പുറം ലോകത്ത് പോയി അധ്വാനിച്ചു വരുന്ന പുരുഷനെ സക്കൻ നൽകിയിട്ട് ആ സക്കൻ നൽകിയിട്ട് സമാധാനം നൽകിയിട്ട് ആ സക്കനിലേക്ക് ആനയിക്കേണ്ട ബാധ്യത യഥാർത്ഥത്തിൽ സ്ത്രീയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവൾ അധ്വാനിക്കേണ്ടതില്ല, അവൾ കഷ്ടപ്പെടേണ്ടതില്ല. കഷ്ടപ്പാടിന്റെ ഉത്തരവാദിത്തം പുരുഷനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണ് അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ, പുരുഷന്മാർ സ്ത്രീകളെക്കാൾ മേൽക്കോയ്മയുള്ളവരാണ് എന്ന് പറയുമ്പോ അവർ അധ്വാനിക്കുകയും സമ്പാദിക്കുകയും ചെയ്ത് പിന്നീട് ഖുർആൻ പറയുന്നത് അവർക്ക് കിട്ടിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ ശ്രേഷ്ഠത വരുന്നത് എന്നാണ്. സ്ത്രീയുടെ സാന്നിധ്യം എന്താണ്? നമ്മൾ പറഞ്ഞു സൗജാണ്, സക്കനാണ് എന്നൊക്കെ. സക്കൻ എന്നാണ് സമാധാനമാണ്. വീട്ടിനുള്ളിൽ സമാധാനവും ശാന്തിയും സ്നേഹവും കരുണയും ഒക്കെ പകർന്നു നൽകുന്ന കേന്ദ്ര ബിന്ദുവാണ് യഥാർത്ഥത്തിൽ സ്ത്രീ എന്ന് പറയുന്നത്. ഖദീജ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ആശ്വാസം നമുക്കറിയാലോ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. അത് ചരിത്രത്തിൽ വല്ലാതെ അറിയപ്പെടുന്ന ഒരു സംഗതി കൂടിയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ആ സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും ഒക്കെ വാക്കുകൾ എന്ന് പറയുന്നത് അതാണ് സക്കൻ എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത്. നിങ്ങളെ ഇണകളാക്കി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്കിടയിൽ പരസ്പരം സക്കീനത്തുണ്ടാകുന്നതിന്, മവദ്ദത്തുണ്ടാകുന്നതിന്, റഹ്മത്തുണ്ടാകുന്നതിന് എന്നൊക്കെയാണല്ലോ ഖുർആൻ പറഞ്ഞത്. അതും നമ്മൾ വിശദമായി പഠിച്ചു പോയതാണ്. ആ ഭാഗത്തേക്കും നമ്മൾ കടന്നു പോകേണ്ടതില്ല എന്ന് തോന്നുകയാണ്. പിന്നെ ഇവിടെ പറയുന്ന ഇണകൾ എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഇണ എന്ന് പറയുന്നത്? ഇണ എന്ന് പറയുന്നത് അതിന്റെ ഒന്നിന്റെ മറ്റൊരു ഭാഗം മാത്രമാണ്. ഒരു ചെരുപ്പിന്റെ മറ്റൊരു രണ്ട് ചെരുപ്പുകൾ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടെങ്കിലേ മറ്റൊന്നും ധരിച്ചിട്ട് കാര്യമുള്ളൂ. അത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഒന്നാകുന്നത്. രണ്ടും കൂടെ കൂടിച്ചേരുമ്പോ ഒന്നാകുന്ന ഒരു സംഗതിക്കാണ് ഇണ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഇണകളാണ് എന്ന് അള്ളാഹു പറഞ്ഞു, ഇല്ലേ? അള്ളാഹു ഒഴികെ ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളെയും അള്ളാഹു ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ദാമ്പത്യം എന്നത് പരസ്പര പൂരകമായ പടച്ചവന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ്. ഇവിടെ മരങ്ങളും ചെടികളും പറവകളും ഈ ഭൂമുഖത്തുള്ള എല്ലാ വസ്തുക്കളെയും ഇങ്ങനെ ജോഡികളായി സൃഷ്ടിച്ചതുപോലെ മനുഷ്യരെ നിങ്ങളെയും ഇങ്ങനെ ജോഡികളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. ഒന്ന്
മറ്റൊന്നിന്റെ പൂരകമാണ്. അത് ഉണ്ടെങ്കിലേ രണ്ടാമത്തതൊന്ന് പൂർണ്ണമാവുന്നുള്ളൂ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ ഫലായുഹ്ലിജന്നക്കുമാ എന്ന് ദ്വിവചനത്തിൽ ഉപയോഗിച്ചു, ഫതസ്ക എന്നത് ഏകവചനത്തിൽ ഉപയോഗിച്ചു. അതിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അധ്വാനഭാരം പുരുഷനാണ് എന്ന്, ഭൂമിയിൽ ഉപജീവനത്തിനായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നത് ആദം നബി അലൈഹി സ്വലാം മാത്രമാണെന്ന അർത്ഥത്തിൽ ഫതസ്ക നീ ഒരാൾ കഷ്ടപ്പെടും എന്ന രൂപത്തിലാണ് അള്ളാഹു ഇവിടെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. പുറത്തേക്ക് പോകേണ്ടി വരും. ഇവിടത്തെ സ്വർഗത്തിലെ കാര്യങ്ങൾ പിന്നീട് എടുത്തു പറഞ്ഞു. പക്ഷെ ഭൂമിയിലേക്ക് ചെന്നാൽ അവിടെ കഷ്ടപ്പെടേണ്ടി വരുന്നത് നിങ്ങളായിരിക്കും, നിങ്ങളാണ് അധ്വാനിക്കാൻ വേണ്ടി പുറം ലോകത്തേക്ക് പോകേണ്ടി വരിക എന്ന് അദ്ദേഹത്തെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബ സംരക്ഷണത്തിനും ഉപജീവനത്തിനുമായി അധ്വാനിക്കേണ്ട പ്രാഥമികമായ ചുമതല അത് പുരുഷന്റെ മേലാണ് എന്ന ഒരു സാമൂഹിക പാഠമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ സ്ത്രീക്ക് അധ്വാനിച്ചുകൂടെ? അധ്വാനിച്ച് കാശുണ്ടാക്കിക്കൂടെ? അധ്വാനിക്കാൻ പോയിക്കൂടെ? അതിനൊന്നും തെറ്റല്ല. പക്ഷെ ആരുടേതാണ് ഈ ഉത്തരവാദിത്തം എന്നാണ്. ഒരു കുടുംബം പുലർത്തേണ്ട ഉത്തരവാദിത്തം ആരുടെ മേലാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്? അതില്ലെങ്കിൽ പ്രശ്നമല്ലേ? ഒരു കുടുംബത്തിൽ രണ്ടുപേർക്കും ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കില്ലേ? അങ്ങനെ വേണ്ടതില്ല. ഇവിടെ കൃത്യമായി ഏത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ആരുടെ മേലാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അതിന് നമ്മുടെ ഇടയായ തുണയായ സ്ത്രീയുടെ മഹത്വം ഒരുപാട് ഭാഗങ്ങളിൽ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദുനിയ മതാഉൻ വഖൈറു മതാഇദ് ദുനിയ അൽ മർഅത്തു സ്സാലിഹ. ഈ ലോകത്തുള്ളതൊക്കെ വലിയ വിഭവങ്ങളാണൊക്കെ. പക്ഷെ അതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് സദ്വൃത്തയായ ഒരു സ്ത്രീയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് സ്വർഗ തുല്യമാക്കാൻ അവളെ കൊണ്ട് സാധിക്കുമെന്നാണ്. സ്ത്രീയുടെ ഏറ്റവും പ്രധാനമായ പ്രാഥമികമായ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് വീടാണ്. അവൾ അവിടെ നൽകുന്ന സംരക്ഷണം മഹത്തരമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വഹിയ മസ്ഊലത്തുൻ അൻ റഇയതിഹാ. തന്റെ ഭർത്താവിന്റെ വീട്ടിലെ, തന്റെ ഇണയുടെ വീട്ടിലെ ഭരണകർത്താവാണ് സ്ത്രീ എന്ന് പറഞ്ഞത്. ഭർത്താവിന്റെ വീട്ടിലെ ഭരണകർത്താവാണ്, റാഇയത്താണ് സ്ത്രീ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ തന്റെ കീഴിലുള്ള മക്കളെയും വീടിനെയും കുറിച്ച് അവൾ ചോദ്യം ചെയ്യപ്പെടും. തന്റെ കീഴിലാണ് മക്കളുള്ളത്, തന്റെ കീഴിലാണ് വീടുള്ളത്. ആ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചും മസ്ഊലത്തുൻ അൻ റഇയതിഹാ, തങ്ങളുടെ പ്രജകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോ ആ വീടിനെ സംബന്ധിച്ചും വീട്ടിലുള്ള മക്കളെ സംബന്ധിച്ചും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് അവിടെ നമ്മൾ പഠിപ്പിച്ചത്. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞു പോയ ഖദീജ ബീവിയുടെ ചരിത്രം ഇതിനോട് തട്ടിച്ചു വെച്ച് വായിച്ചു നോക്കുമ്പോൾ ഒരു കുടുംബത്തെ സ്വർഗതുല്യമാക്കാൻ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം സാധ്യതകളുണ്ട് എന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാം. ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു കുടുംബത്തിന് സമാധാനം നൽകുന്നതിന് പിന്നിലും സ്ത്രീയുടെ പിന്തുണ എന്ന് പറയുന്നത് വലിയതാണ്. അത് ചരിത്രം ലോകം അംഗീകരിച്ച കാര്യമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. ചുരുക്കത്തിൽ പുരുഷൻ വീടിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ അഥവാ വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും ഒക്കെ ഒരുക്കുമ്പോ സ്ത്രീ ആ വീട്ടിനുള്ളിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സക്കനൊരുക്കുകയാണ്, ആത്മീയമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ സക്കനി എന്ന വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വീടിന്റെ ഒരു പേര് സക്കൻ എന്നാണ്. വീട് എന്നാണ് അതിന്റെ അർത്ഥം, സമാധാന ഗേഹം എന്നാണ് അതിന്റെ അർത്ഥം. സക്കനി എന്ന വാക്കിന്റെ അടിസ്ഥാനപരമായ അർത്ഥം സക്കീനത്ത് എന്നുള്ളതിൽ നിന്ന് സമാധാനം, ശാന്തത ഒക്കെയാണല്ലോ അതിന്റെ അർത്ഥം. ആ സമാധാനവും ശാന്തതയും വീട്ടിനുള്ളിൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് എന്ന് നമ്മൾ അറിഞ്ഞു. അപ്പൊ തെസ്ക എന്ന് പറഞ്ഞു, നീ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇവിടെ സ്വർഗത്തില് ഇനി അടുത്ത ആയത്തിന് വരുന്നുണ്ട്, ഇവിടെ കഷ്ടപ്പെടേണ്ടി വരില്ല, ഇവിടെ എല്ലാം ഉണ്ട്, സ്വർഗത്തിലെല്ലാം സജ്ജാണെന്ന് പറഞ്ഞു. പക്ഷെ ഭൂമിയിൽ ഒരു കഷ്ണം അപ്പം കിട്ടണമെങ്കിൽ മനുഷ്യൻ ഒരുപാട് ക്ലേശിക്കണം. തെസ്ക, നീ ക്ലേശിക്കണം, നിലമുഴയണം, വിത്തിടണം, വിളപരിപാലിക്കണം, കൊയ്തെടുക്കണം, മെതിക്കണം, ശുദ്ധിയാക്കണം, പൊടിക്കണം, മാവുണ്ടാക്കണം, മാവ് കുഴക്കണം, ഒടുവിൽ ചുട്ടെടുക്കണം.
വലിയൊരു നീണ്ട പ്രക്രിയയാണ് ഒരു കഷ്ണം അപ്പം കിട്ടാൻ വേണ്ടി മനുഷ്യൻ ഭൂമിയിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇത് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കി വെക്കുക. അങ്ങനെ മനസ്സിലാക്കി വെക്കുമ്പോൾ അടുത്ത രണ്ടായത്തുകൾ നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും. വളരെ ആകർഷകമായ രണ്ട് വചനങ്ങളാണ് ഇനി പിന്നെ അടുത്ത മുന്നിൽ ഇനി വരുന്ന ആയത്തുകൾ. അതിന്റെ അർത്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇവിടെ ഏത് തരത്തിലുള്ള കഷ്ടപ്പാടുകളാണെങ്കിലും അത് കുടുംബത്തിൽ പുരുഷന്റെ ചുമതിൽ, അങ്ങനെ അധ്വാനിക്കേണ്ട കഷ്ടപ്പാടിന്റെ ആ സംഗതി പുരുഷന്റെ ചുമലിലാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് വലിയ ഒരു സാമൂഹിക യാഥാർത്ഥ്യം ഖുർആൻ ഒരു കൊച്ചു വാക്കിന്റെ ഒരു ഏകവചന പ്രയോഗം നടത്തിയതിന്റെ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ട് അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിരിക്കുക. എന്താ മാറ്റം വരുത്തിയത്? വലാ യുഖ്രിജന്നകുമാ, നിങ്ങൾ രണ്ടുപേരും എന്ന് ദ്വിവചനം പറഞ്ഞതിന് ശേഷം ഫതസ്ഖാ എന്ന് അത് അവസാനിപ്പിച്ച് ഏകവചനത്തിലേക്ക് ആ പദം മാറ്റിയപ്പോ, ആ ക്രിയ മാറ്റിയപ്പോ ആരുടെ ഉത്തരവാദിത്തമാണ് അധ്വാനിക്കേണ്ടത്, ക്ലേശിക്കേണ്ടത്, അങ്ങനെ വീട്ടിൽ പുലർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന ഉത്തരവാദിത്തം വളരെ കൃത്യമായി അള്ളാഹു അവിടെ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇനി പിന്നെ ഒന്ന് രണ്ട് അതിന്റെ പുരുഷനാണ് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ ഭൂമിയിൽ അധ്വാനിക്കേണ്ടവരാണ് എന്നതിനൊക്കെ ഉള്ള ഖുർആനികമായ വചനങ്ങളും അതിന്റെ തെളിവുകളുമാണ് ഞാൻ ഈ അടുത്ത സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് വായിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അധ്വാനിക്കാനായിട്ട് ഭൂമിയിൽ ഇറങ്ങിത്തിരിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ ഭൂമിയുടെ ചുമലുകളിലൂടെ, അതിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ ഭൂമിയിൽ അധ്വാനിച്ചോളൂ എന്ന് അള്ളാഹു പ്രത്യേകം ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കുറെ സംഗതികൾ അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്ന കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആനിലെ. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ അക്കല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരു മനുഷ്യനും നല്ല ഒരു ഭക്ഷണം കഴിച്ചത് ഏതാണെന്നറിയോ? അവന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണമാണ്. അതിനേക്കാൾ നല്ലൊരു ഭക്ഷണം ഒരാളും കഴിച്ചിട്ടില്ല. വൈന നബി അല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി. ദാവൂദ് നബി അലൈഹിസ്സലാമിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരുപാട് അധ്വാനിക്കുകയായിരുന്നു. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണം മാത്രമാണ് അദ്ദേഹം കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ഇങ്ങനെ സൂചിപ്പിച്ചു പോകുന്നുണ്ട് ചില ഭാഗങ്ങളിൽ. ഇത് നമ്മൾ അടുത്ത രണ്ടായത്തുകളിലേക്ക് പോവുകയാണ്. എന്താണത്? ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ വഅന്നക ലാ തളമഉ ഫീഹാ വലാ തളഹാ. തീർച്ചയായും നിനക്കിവിടെ വിശക്കാതെയും നഗ്നനാകാതെയും കഴിയാം. നിനക്കിവിടെ ദാഹിക്കാതെയും വെയിൽ കൊള്ളാതെയും ജീവിക്കാം. എന്തൊക്കെ പറഞ്ഞത്? ജൂ ഉണ്ടാവില്ല, നീ നഗ്നനാകേണ്ടതായിട്ടും വരില്ല ആദ്യത്തതിൽ. രണ്ടാമത്തതിൽ നീ ദാഹിക്കേണ്ടി വരില്ല, നിനക്ക് വെയിൽ കൊള്ളാതെയും ഇവിടെ കഴിയാൻ സാധിക്കുന്നതാണ്. ഇത് രണ്ടും ജോഡികളായിട്ട് പറയുകയാണെങ്കിൽ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? ജ്യൂസ്. നമ്മൾ സാധാരണ പറയാ ദാഹവും വിശപ്പും ദാഹവും എന്നല്ല പറയാ. പക്ഷെ ഇവിടെ വിശപ്പും നഗ്നതയുമാണ് പറഞ്ഞിരിക്കുന്നത്, വസ്ത്രവുമാണ് പറഞ്ഞത്. രണ്ടാമത്തത് ദാഹത്തിന്റെ കൂടെ വിശപ്പ് പറയുന്നതിന് പകരം അവിടെ പറഞ്ഞിരിക്കുന്നത് ഉഷ്ണമാണ്, വെയിൽ കൊള്ളുന്ന അവസ്ഥയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ആയിട്ട് വളരെ വളരെ നമ്മൾ വിശദീകരിക്കുമ്പോൾ ഏറെ പ്രഗത്ഭമായ ചില വിശദീകരണങ്ങളാണ് തഫ്സീറുകളിൽ അത് സംബന്ധമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വർഗത്തിലെ 4 അടിസ്ഥാന ഉറപ്പുകളാണ് ഇവിടെ അള്ളാഹു നൽകുന്നത്. ഒന്നെന്ത്? വിശപ്പില്ലായ്മയാണ്. അല്ലാ തജൂഅ. ശരീരത്തിന്റെ ആന്തരികമായ പ്രധാന ആവശ്യം ഭക്ഷണം നൽകി പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നു. ശരീരത്തിന്റെ ആന്തരികമായ ഒരു ആവശ്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ആ ആവശ്യത്തിന് ഭക്ഷണം അള്ളാഹു പൂർണ്ണമായി നൽകും അവിടെ. രണ്ടാമത്തത് വലാ തഅറ എന്നാണ്. അത് നഗ്നതയില്ലായ്മയാണ് അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം. ലജ്ജയും മാനവും സംരക്ഷിക്കുന്ന ബാഹ്യ ആവശ്യമായ വസ്ത്രം സൗജന്യമായി നൽകപ്പെടുന്നു എന്നാണ്. ആന്തരികമായ ഒരു ആവശ്യം പറഞ്ഞു, അത് ജൂ ആണ്, വിശപ്പാണ്. മറ്റൊന്ന്
അവന്റെ നഗ്നതയാണ്, അവന്റെ ബാഹ്യമായ ആവശ്യമാണ്. ശരീരത്തിന്റെ ഉള്ളിലോട്ട് ഭക്ഷണം വേണം, ശരീരത്തിന്റെ പുറത്ത് വസ്ത്രം വേണം. ശരീരത്തിന്റെ ഉള്ളിൽ ഭക്ഷണം ആവശ്യമാണ്, ശരീരത്തിന്റെ പുറത്ത് അവന് ബാഹ്യമായിട്ട് അവന് വസ്ത്രം ആവശ്യമാണ്. അതുകൊണ്ട് അത് രണ്ടിനെയും കൂട്ടിപ്പറഞ്ഞു. ഇനി ഈ വസ്ത്രമില്ലാതിരിക്കുന്നതും വിശപ്പ് അനുഭവപ്പെടുന്നതും തമ്മിൽ എന്തോ ബന്ധമുണ്ടോ? ഉണ്ട്, അങ്ങനെയുണ്ട്. പൂർണ്ണമായി വസ്ത്രം ധരിക്കാത്ത ആളുകൾക്ക് വിശപ്പ് കൂടുന്നതാണ്. അത് മറ്റൊരു കാര്യം, അതുമായി വേറെ നിലക്ക് ബന്ധങ്ങളുണ്ട്. രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് അടിസ്ഥാനപരമായി രണ്ട് ഉറപ്പുകൾ, അവിടെ ദാഹം ഉണ്ടാവില്ല എന്നാണ്. ആന്തരികമായ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ദാഹം അത് സ്വർഗീയ പാനീയങ്ങളിലൂടെ ഇല്ലാതാക്കപ്പെടുന്നു. അവിടെ തേനിന്റെ ഉറവുകളുണ്ട്, പാലിന്റെ ഉറവുകളുണ്ട്, ശുദ്ധമായ വെള്ളമുണ്ട് എന്നൊക്കെ പറയുമ്പോ അള്ളാഹു അവിടെ ദാഹിക്കേണ്ടി വരാത്ത ഒരവസ്ഥ അള്ളാഹു അവിടെ സൃഷ്ടിക്കുന്നു എന്ന്. അവിടെ ദാഹം ഉണ്ടാവില്ല എന്ന്, ദാഹിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് എന്ന്. പിന്നെന്താ? വലാത്തൽഹ, സൂര്യന്റെ കടുത്ത ചൂടോ ബാഹ്യപ്രയാസങ്ങളോ ഇല്ലാതെ ശാശ്വതമായ തണലാണ് സ്വർഗത്തിൽ നൽകപ്പെടുക. വലാത്തൽഹ, ഈ രണ്ടും തമ്മിൽ എന്തുണ്ട്? ദാഹവും വെയിലും തമ്മിൽ എന്തോ ബന്ധമുണ്ടോ? വെയിൽ കൊണ്ടാ ദാഹിക്കും, ചൂട് കൊണ്ടാ ദാഹിക്കും, വെള്ളത്തിന്റെ അംശങ്ങൾ ശരീരത്തിൽ നിന്ന് ഇല്ലാണ്ടായി പോകും. അപ്പൊ അതുകൊണ്ടത് ഉണ്ടാവില്ല. ആ നിലക്ക് അത് രണ്ടിനെയും ജോഡികളാക്കി, ആ നിലക്കാണ് അള്ളാഹു ഇതിനെ പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ കാണുമ്പോ ഇതിന് നാലിനെയും കൂടെ നമ്മൾ ഒന്നിച്ച് വെച്ച് പരിശോധിച്ചു നോക്കുമ്പോ മനുഷ്യന്റെ അടിസ്ഥാനപരമായ 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്, സംഗതികളാണ് ഇവിടെയുള്ളത്. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ജോഡി വിശപ്പും നഗ്നതയും ആന്തരികവും ബാഹ്യവുമായ സംഗതികളാണ്. ഒന്ന് ലജ്ജാ സംരക്ഷണം, പിന്നെ അതേപോലെ അവന്റെ വിശപ്പിനുള്ള ശമനം. വിശപ്പ് ശരീരത്തിനുള്ളിലെ ആവശ്യമാണെങ്കിൽ വസ്ത്രം ധരിക്കൽ പുറമെയുള്ള ആവശ്യമാണ്. മനുഷ്യന്റെ അടിസ്ഥാന നിലനിൽപ്പിനും അന്തസ്സിനും ഇത് രണ്ടും അത്യാവശ്യമാണ്. നമ്മൾ മനസ്സിലാക്കി. ലാ തളമഉ ഫീഹാ വലാ തൽഹ എന്ന് പറയുമ്പോ രണ്ടാമത്തെ ജോഡി ദാഹവും വെയിലും എന്ന് പറഞ്ഞിരിക്കുന്നത് ശരീര താപനിലയുടെ സന്തുലനമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ദാഹം ശരീരത്തിനുള്ളിലെ ദ്രാവക അസ്വസ്ഥതയാണെങ്കിൽ വെയിൽ കൊള്ളൽ ബാഹ്യമായ അസ്വസ്ഥതയാണ്. രണ്ടും ഒന്ന് ആന്തരികമാണ്, മറ്റൊന്ന് ബാഹ്യമാണ്. രണ്ടിലും ദാഹം എന്ന് പറയുന്നത് ശരീരത്തിനുള്ളിലുള്ള ഒരു അസ്വസ്ഥതയാണ്, വെയിൽ കൊള്ളാന്നുള്ളത് ബാഹ്യമായ ഒരു അസ്വസ്ഥതയാണ്. സ്വർഗത്തിൽ കുടിവെള്ളവും തണലും വഴി ഈ രണ്ടും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനൊരു അസ്വസ്ഥത സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്ന്. അപ്പൊ എത്ര കൃത്യമായിട്ടാണ് ഇവിടെ അള്ളാഹു ഈ കാര്യങ്ങൾ ഓരോന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇതൊക്കെ സ്വർഗത്തില് സൗജന്യാട്ടോ, ഫ്രീയാ. പക്ഷെ ഭൂമിയില് ഇവ നേടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യണം, കിളക്കണം, വിത്തിടണം, വളം ചേർക്കണം, കൊയ്യണം, മെതിക്കണം, ഒരുപാട് അധ്വാനിക്കണം. എങ്കിലേ ഒരു കഷ്ണം അപ്പം മനുഷ്യന്റെ കയ്യിൽ കിട്ടുള്ളൂ. സ്വർഗത്തിൽ ഇതൊന്നും വേണ്ട, ഒക്കെ സൗജന്യ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിശാചിന്റെ സംഗതികൾക്ക് വശംവദരായിട്ട് നിങ്ങൾ വഴിതെറ്റിപ്പോണം സൂക്ഷിക്കണമെന്ന്. ഇതൊക്കെ പറയുമ്പോ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഖുർആനില് പറയുന്ന ശാശ്വതമായ ചില തണലുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നില്ലൻ ലലീലൻ എന്ന പറഞ്ഞത്. വനുദ്ഖിലുഹും നില്ലൻ ലലീല. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? ശാശ്വതമായ തണല് എന്നാണ്. ഭൂമിയിലെ തണലുകൾ അപൂർണമാണ്. എന്നാൽ സ്വർഗത്തിലെ തണൽ വിയർപ്പോ ഉഷ്ണമോ ഇല്ലാത്ത ശാശ്വതമായ തണലാണ്. ഇവിടെ ഇപ്പൊ ഇന്നും ഇന്നലെയൊക്കെ 47, 48, 50 ഡിഗ്രി ചൂടാ. തണലിലേക്ക് കയറി നിന്നാലും ചൂടാണ്. ഏതെങ്കിലും തണലിൽ കയറി നിന്നാലും ചൂടാണ്. ഇവിടുത്തെ പരലോകത്തെ അങ്ങനെ ഒരു അവസ്ഥ അല്ല. പൂർണ്ണമായ തണലാണ്. തണലെന്ന് പറഞ്ഞ പൂർണ്ണമായ തണലാണ്. അതിനിടക്ക് ഏതെങ്കിലും നിലക്ക് ചൂടേൽക്കേണ്ടതായിട്ട് വരില്ല. ആ ചൂടിന്റെ ബാക്കി ഭാഗങ്ങൾ തങ്ങി നിൽക്കുന്നില്ല. വേറൊരു ആയത്തിൽ അള്ളാഹു പറയുന്നത് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ. കടുത്ത വെയിലുണ്ടാവില്ല, കടുത്ത തണുപ്പുണ്ടാവില്ല. വെയിലും ചൂടും വേണം, തണുപ്പും വേണം. പക്ഷെ അവിടെ കടുത്ത വെയിലോ കടുത്ത തണുപ്പോ ഇല്ലാത്ത അവസ്ഥയാണ് സ്വർഗത്തിലുള്ളത് എന്ന്.
ദാഹമുണ്ടാക്കുന്ന കടുത്ത വെയിലോ മരവിപ്പിക്കുന്ന കടുത്ത തണുപ്പോ ഇല്ലാത്ത സന്തുലിതമായ അന്തരീക്ഷമാണ് സ്വർഗത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതോടൊപ്പം ഖുർആൻ പറഞ്ഞു മറ്റൊരു സന്തോഷകരമായ കാര്യം കൂടെ ഉണ്ട്. എന്താ അറിയോ? ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വ ഉയൂൻ. മുത്തഖീങ്ങൾ തണലുകളിലാണ്, ഉറവകളിലാണ്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ കുറെ നേരം യാത്ര ചെയ്യുമ്പോൾ അയാൾക്ക് അദ്ദേഹത്തിന് ഒരു മരത്തണൽ കാണാൻ സാധിച്ചു. അവിടെ ആ തണലിൽ വിശ്രമിക്കാൻ കഴിയും. അപ്പോഴാണ് തൊട്ടടുത്ത് വളരെ സുന്ദരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഉറവ കാണുന്നത്. അയാളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിലായിരിക്കും. അതേപോലെയാണ് സ്വർഗത്തിൽ തണൽ മാത്രമല്ല, തൊട്ടടുത്തുകൂടെ കളകള നാദം മുഴക്കിക്കൊണ്ട് ഒഴുകുന്ന സുന്ദരമായ ഉറവകളും അവിടെ കാണാൻ സാധിക്കുമെന്ന് പറയുന്നത്. ഇതാണ് സ്വർഗത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ ഒന്നും പൂർണ്ണമല്ല. ഇവിടുത്തെ തണലുകൾ പോലും പൂർണ്ണമല്ല. ചിലപ്പോൾ തണലത്ത് നിൽക്കുമ്പോൾ നമുക്ക് അത്യുഷ്ടം അനുഭവപ്പെടില്ലേ? എന്നാൽ സ്വർഗത്തിലെ തണൽ എന്ന് പറയുന്നത് സാന്ദ്രമായ തണലാണ്. അവിടെ വെയിലില്ല, ഉഷ്ണക്കാറ്റില്ല, വിയർപ്പില്ല, അതൊരിക്കലും നീങ്ങിപ്പോകില്ല. മടുപ്പിക്കാത്ത കുളിർമയേകുന്ന തണലാണ് അവിടെ ഉണ്ടായിരിക്കുക എന്നൊക്കെയാണ് അതിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, കൂടുതൽ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾക്ക് നിങ്ങൾക്ക് ആ സ്ലൈഡിലൂടെ വായിച്ചു പോകാവുന്നതാണ്. നോട്ട്സ് ഇൻഷാ അല്ലാഹ് എല്ലാവരും വായിക്കണം. ഇത് അവസാനിപ്പിക്കും, ഈ ഭാഗം അവസാനിപ്പിക്കും. സ്വർഗത്തിൽ അധ്വാനമില്ലാതെ 4 അടിസ്ഥാന സൗകര്യങ്ങളും സൗജന്യമായിരുന്നു ആദം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം. ഇനി സംഭവിക്കാൻ പോകുന്നത്, പിശാചിന്റെ ചതി കാരണം ഭൂമിയിലെത്തിയപ്പോ അവ നേടാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ കഠിനാധ്വാനം ചെയ്യേണ്ടത് ആരാന്നറിയോ? ആദമേ, നിങ്ങളാ, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പഠിപ്പിക്കുക. ആ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഉപജീവനത്തിനായുള്ള പ്രയാസം പുരുഷന്റെ ബാധ്യതയാണ് ഫത്തസ്ഖ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചു. ഇതിന്റെ നമ്മൾ പറഞ്ഞ വിഷയത്തിന്റെ ആകത്തുക അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സ്ത്രീയെ സംബന്ധിച്ചും കുടുംബത്തിന്റെ ആന്തരികമായ സമാധാനത്തിന്റെ കേന്ദ്രമാണ്, സക്കനാണ് എന്ന രൂപത്തിലാണ് സൗജ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. സൗജിക്ക എന്നാണ്, നിങ്ങളുടെ ഇണ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇണയെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഇവിടെ എടുത്തു പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ആന്തരികവും ബാഹ്യവുമായ 4 ആവശ്യങ്ങളെ കൃത്യമായി ഇണകളാക്കി നിശ്ചയിച്ചു എന്ന് പറയുന്ന ആ ഒരു ഇണയായിട്ട് കൊണ്ട്, ജോഡികളായിക്കൊണ്ട് മനുഷ്യന്റെ ആന്തരികവും ബാഹ്യവുമായ 4 ആവശ്യങ്ങളെ കൃത്യമായി ഇവിടെ വിശദീകരിച്ചുകൊണ്ട് ആദമും ഹവ്വയും ആ ഇണകളായി ജീവിക്കുന്ന അവരുടെ ജീവിതത്തെ അള്ളാഹു ഇവിടെ കൃത്യമായി വിശദീകരിക്കുന്ന വളരെയേറെ സാഹിത്യ മികവ് നിറഞ്ഞ ഒരു ചെറിയ ഭാഗമാണ് യഥാർത്ഥത്തിൽ സൂറത്ത് താഹയിലെ ഈ ആയത്തുകളിലൂടെ 117 മുതൽ 119 വരെയുള്ള ഈ ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് എന്ന് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഏറ്റവും ഉന്നതമായ ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഏറ്റവും ഉന്നതമായ അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അള്ളാഹുവിന്റെ കരുണ കൊണ്ട്, കൃപ കൊണ്ട് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇടം നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ആഫറത്തും മറക്കുമത്തും നൽകി അവർക്കും നമുക്കുമൊക്കെ സന്തോഷകരമായ സ്വർഗീയ ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും മരണവും ഒക്കെ അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ഏറെ സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെയും ഖബർ ജീവിതവും മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റവും ഹൈറായ വിധത്തിൽ അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാലിഹായ ഉദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് നല്ല രൂപത്തിൽ നിറവേറ്റാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. നല്ല വിജ്ഞാനം നൽകുമാറാകട്ടെ. ഖുർആനോടുള്ള സ്നേഹവും ബഹുമാനവും അത് പഠിക്കാനുള്ള ആഗ്രഹവും ഒക്കെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين وجزاكم الله خيرا.